അറബി മാന്ത്രികത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് സിഹറിൻ്റെ ഉത്ഭവവും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിച്ചതുപോലെ ഇറാഖിലെ ബാബിലോണിയയിൽ പരീക്ഷണാർത്ഥം ഇറക്കപ്പെട്ട മലക്കുകളിൽ നിന്നാണ് മനുഷ്യർ ആഭിചാര കർമ്മങ്ങൾ അല്ലെങ്കിൽ സിഹറുകൾ അതിനെക്കുറിച്ച് പഠിച്ചത്. ചില തഫ്സീറുകളിൽ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യരുടെ അധർമ്മങ്ങളും അക്രമങ്ങളും ഭൂമിയിൽ പെരുകുന്നതിനെക്കുറിച്ച് മലക്കുകൾ അല്ലാഹുവിനോട് പരിഭവം പറഞ്ഞു. അവർക്ക് നാം നൽകിയ വിചാരങ്ങൾ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ അവരെക്കാൾ അധപ്പതിക്കുമെന്ന് അല്ലാഹു അവരോട് പറഞ്ഞെങ്കിലും ഒരിക്കലും തങ്ങൾ അങ്ങനെ ആകില്ലെന്ന് മലക്കുകളും പ്രതികരിച്ചു. ഒടുവിൽ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹാറൂത്ത് മാറൂത്ത് എന്നിവരെ ഭൂമിയിലേക്ക് അയച്ചു. അവർ പുലർകാലത്ത് ഭൂമിയിൽ ഇറങ്ങുകയും അസ്തമനത്തോടുകൂടി വാനലോകത്തേക്ക് മടങ്ങുകയും ചെയ്തു പോകുന്നു എന്നാണ് കിതാബുകളിൽ പരാമർശിക്കുന്നത്. അവർ ചിലരെ ആഭിചാര പ്രവർത്തികൾ അഥവാ പ്രാപഞ്ചിക ശക്തികളെ നിയന്ത്രിക്കാനുള്ള പ്രാപഞ്ചിക വസ്തുക്കളെ കുറിച്ചിട്ട് മനുഷ്യർക്ക് അറിവ് നൽകി. ഒരു വ്യക്തിയെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ അവരെ വിട്ടുപിരിയാനുള്ള ചെയ്തികളായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവ. നമ്മളിവിടെ കാണുന്ന സാധാരണ സംഭവമാണത്. ഭാര്യയും ഭർത്താവുമായിട്ട് കുടുംബമായിട്ട് ജീവിച്ചിട്ട് അവർക്കിടയിലേക്ക് മറ്റൊരാൾ കയറി വരികയും ആ കുടുംബത്തിൻ്റെ ബന്ധം തകരുകയും ചെയ്യുന്നതൊക്കെ നിത്യസംഭവമാണ്. അപ്പം ഈ മലക്കളുടെ അടുക്കിൽ നിന്ന് തങ്ങളുടെ ഇത്തരം കർമ്മങ്ങൾ പഠിക്കാൻ വരുന്നവരോട് അവർ പറഞ്ഞത്, അരുതേ, ഞങ്ങൾ കേവലം പരീക്ഷണ വസ്തുക്കളാണ്. ഞങ്ങളിൽ നിന്ന് ഇത്തരം കർമ്മങ്ങൾ പഠിച്ച് നിങ്ങൾ അവിശ്വാസികളാകരുതേ. പലരും അത് കേൾക്കാതെ അവരിൽ നിന്ന് നേരിട്ടും അവരിൽ നിന്നും പഠിച്ച് ആഭിചാര വിദ്യകളിൽ അവഗാഹം നേടി. ഭൗതിക ലോകത്തെ ശിക്ഷ തിരഞ്ഞെടുത്ത മലക്കുകൾ ഇന്നും ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് തഫ്സീറുകളിൽ കൂട്ടി വായിക്കാനാവും. അപ്പോൾ ഇതിൻ്റെതെല്ലാം കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് നിത്യവും കാണാൻ പറ്റുന്ന കാര്യമാണ്. മംഗളമായിട്ട് വിവാഹ കർമ്മങ്ങളൊക്കെ നടന്ന് ഭാര്യയും ഭർത്താവും ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ച് അവർക്ക് മക്കൾ ജനിച്ച് ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അതിലേക്ക് ഇടപെട്ട് കുടുംബജീവിതത്തെ താറുമാറാക്കി അതിലൊരാളെ അപഹരിച്ചെടുക്കുന്ന കാഴ്ച നിത്യവും നടക്കുന്നതാണ്. അപ്പം ഇതിനെതിരെയൊക്കെ ധാരാളം പ്രതിവിധികളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവരെയൊക്കെ നമ്മൾ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന വ്യക്തിയെ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് തന്നെ അവരെ തകർക്കേണ്ടത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ പൊതുസമൂഹത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ നിർണായകവും വളരെ പ്രസക്തവുമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യങ്ങളുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.